മാരേജ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴോ നമ്മുടെ സബോർഡിനേഷന് ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുയോജ്യമായ ഒരു പങ്കാളിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, എങ്കിലും നമുക്കുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവും. ഹലോ, നമസ്കാരം. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ന്യൂമറോളജിയിലോട്ടേക്ക് കടക്കുകയാണ്. സാർ നല്ലൊരു ന്യൂമറോളജിസ്റ്റും കൂടെയാണ്. നമുക്ക് ന്യൂമറോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള സംശയങ്ങളൊക്കെ ഈ വ്ളോഗിലൂടെ സാറിൻ്റെ അടുത്ത് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാർ, എന്താണ് ന്യൂമറോളജിയുടെ ഒരു ആധികാരികത? ന്യൂമറോളജി എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഭയമാണ്. പറഞ്ഞത് ശരിയാണ്, ന്യൂമറോളജിയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, സാധാരണ ന്യൂമറോളജി മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ന്യൂമറോളജി, ഹീബ്രു, ആസ്ട്രോന്യൂമർ. അപ്പം ന്യൂമറോളജി തന്നെ 3 ഘട്ടങ്ങളുണ്ട്. അതിൻ്റെ ബേസാണ് വെറും ന്യൂമറോളജി. ആദ്യത്തത് ആ പഠനം, അത് കഴിഞ്ഞ് 2ാമത് ഹീബ്രു, 3ാമത് ആസ്ട്രോന്യൂമർ. ഇത് 3ഉം കഴിയുമ്പോൾ മാത്രമേ ഒരാൾ പൂർണ്ണമായും മറ്റൊരാളെ സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജിയിലൂടെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂമറോളജി പ്രകാരം ഒരു പേര് ഞാൻ കൊടുക്കുന്നു എന്ന് വയ്ക്കുക. അത് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അദ്ദേഹത്തിൻ്റെ ലൈഫ് പാത്തും അനുയോജ്യമായി ട്രയാങ്കിൾ സ്റ്റൈലിലാണ്. ഈ മെത്തേഡിനെ അങ്ങനെ ഞാൻ ഹീബ്രുവിൽ പരീക്ഷിക്കും. ഇത് രണ്ടും ഓക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രഹം ഏതെങ്കിലും സിംഗിൾ ഡിജിറ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 27 ഞാനൊരു പേര് വെക്കുന്നു എന്ന് വയ്ക്കുക. അതിൻ്റെ 27 എന്നുള്ളത് എൻ്റെ ഫലം, 9 എന്നുള്ളത് അതിൻ്റെ ഗ്രഹം. അപ്പോൾ ആസ്ട്രോന്യൂമറിൽ ഈ 9 എന്നുള്ള ഗ്രഹം ചൊവ്വ ഏത് ഘട്ടത്തിലാണെന്ന് പരിശോധിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ന്യൂമറോളജി, ഹീബ്രു, ആസ്ട്രോന്യൂമർ, ഈ 3 തലവും കഴിഞ്ഞാൽ ഒരു പേര് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ അവർക്കത് വേണ്ടെന്ന് പറയും. ഓക്കെ, ഓപ്ഷനാണ്. പക്ഷേ 10-20 പേര് ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ എത്ര മണിക്കൂറാവുന്നില്ല എനിക്ക്. പിന്നെ അതൊരു വിഷമമാവും. അപ്പം അതുകൊണ്ട് ചില ആൾക്കാരുടെ അടുത്ത് വളരെ കോമഡി ആയിട്ട് ഞാൻ പറയാം, ഈ അത്ര പോരാ, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് കാണുന്നത് നല്ലതാ എന്ന് പറഞ്ഞ് ഒഴിവാൻ ശ്രമിക്കും. ചിലർക്കറിയാം, ഇല്ല സാറേ വെയിറ്റ് ചെയ്യാം, അങ്ങനെ സമയം തരുന്നവരുണ്ട്. പിന്നെ ചില വീടുകളിൽ ഞാൻ പോയി വാസ്തു നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ന്യൂമറോളജി സഹായങ്ങൾ ചെയ്യുന്നു. അതിലും 1.5 മാസം 2 മാസം പെൻഡിങ് ഉള്ള വർക്കുകളും ഉണ്ട്. അപ്പൊ ഇത് കൊണ്ട് അതിന് വാസ്തു അത്യാവശ്യം ബിസി ഷെഡ്യൂൾ എനിക്ക്. അപ്പൊ അതിനിടയിൽ ന്യൂമറോളജിക്കുള്ള സമയമില്ലായ്മ കൊണ്ടാണ് ഞാൻ അതിനൊന്ന് സ്ലോ ചെയ്യുന്നത്. എന്തായാലും പക്ഷേ ചോദിച്ച ചോദ്യം ന്യൂമറോളജിയെ കുറിച്ച് ചോദിക്കുന്നതിന്റെ ആധികാരികത എന്താണ് ചോദിക്കുന്നത്. ഓക്കെ, ന്യൂമറോളജിയുടെ ആധികാരികത, വാസ്തുവിന്റെ ആധികാരികതകൾ നമ്മൾ പലതും പറഞ്ഞു. അതൊരു കൂട്ടം മനുഷ്യരുടെ വാസസ്ഥലമായ വീട് എല്ലാവരെയും ഒന്നുപോലെ ബാധിക്കും. പക്ഷെ ന്യൂമറോളജി ഏതൊരു വ്യക്തിയോ ആ വ്യക്തിയെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. ആ വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ ആ ന്യൂമറോളജി സൂചിപ്പിക്കുന്നു. ഇതിന് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അട്രാക്ട് ചെയ്യുന്നതിന് ഉള്ള രഹസ്യ പാതയാണ് സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി. ഒരു വ്യക്തി അകാരണങ്ങളാൽ മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെടാതിരിക്കുന്നതിന്റെ രഹസ്യ സ്വഭാവമാണ് ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്രം. ഒരു വഴക്കുകളില്ല, പക്ഷെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അസിങ്ക് ആവില്ല. ഒരു പ്രൊഫഷനിൽ, ഒരു കമ്പനിയിൽ, ഒരു ടേബിളിന്റെ അക്കരയും ഇക്കരയും ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവർക്കുള്ളിൽ ആ ജോലി സംബന്ധമായ ഒരുപാട് ഇന്റീരിയൽ കണക്ഷൻ ഉണ്ടാവും. പക്ഷെ എങ്കിലും അവരുടെ ജോലി സമയം അല്ലാതെ ഒരിക്കലും അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഒരു കുറച്ചുകൂടെ മെച്ചൂർഡ് ആയിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഇതിന് ഒരു രഹസ്യപാത ഒരുക്കുന്നത് ന്യൂമറോളജിയാണ്. നമ്മൾ ചിലർ പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലാണ് പൊട്ടൻ ലോട്ടറി അടിച്ചെന്നൊക്കെ പറയും. പറയാൻ ഇത്തിരി ബുദ്ധിമുട്ട്, എന്നാലും അങ്ങനെയൊക്കെ ഞാനൊരു നാട്ടിൻപുറത്ത് കാരണം പൊട്ടൻ ലോട്ടറി അടിച്ചെന്നൊക്കെ പറയുന്നില്ലേ. അങ്ങനെയുള്ള ചില സ്നേഹബന്ധങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്തെ വീക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 2 ധ്രുവത്തിലുള്ള ആൾക്കാർ ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കുന്നു. ഒരു കാലങ്ങൾക്കോ ഒരു പരുവത്തിനോ ഒരു വ്യതിയാനങ്ങൾക്കോ അവരെ പിരിക്കാൻ പറ്റാത്തവണ്ണം വളരെ ബലിഷ്ഠമായ ഒരു സ്നേഹബന്ധത്തിലൂടെ ഒരു മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പാലമാകുന്നതും അതിൻ്റെ രഹസ്യപാത ഒരുക്കുന്നതും ഈ ന്യൂമറോളജിയാണ് അഥവാ സംഖ്യാശാസ്ത്രം. ഇതെങ്ങനെ അപ്ലൈ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബ്ദ തരംഗങ്ങളാൽ ഉണ്ടാകുന്ന ഒരു ആ ഫ്രീക്വൻസിയിലൂടെ ഉണ്ടാകുന്ന ഒരു ഫലമാണിത്. അപ്പോൾ നമ്മൾ റെഗുലറായി ഏറ്റുവാങ്ങുന്ന ഒരു തരംഗം, നമ്മൾ റാൻഡം സ്റ്റൈൽ ഏറ്റുവാങ്ങുന്ന ഒരു തരം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുതിയ പ്രേക്ഷകർ ഒരുപാട് ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മളൊരു നാട്ടിൽ, ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഭക്ഷണം കഴിച്ചോ?
ഇത് കോഴിക്കോട് പോയി മറ്റൊരു ഭാഷയിൽ ഇതേ ആശയത്തിന് തന്നെ ചോദിക്കുന്നു. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതേ ആശയത്തിന് സാപ്റ്റിംഗ്ലാന്ന് ചോദിക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഇതേ ആശയത്തിന് ഖാന ഖായെന്ന് ചോദിക്കുന്നു, ഹാഡ് യുവർ ലഞ്ച്. ഇങ്ങനെ നമ്മൾ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ആൾക്കാരുടെ വ്യത്യസ്തമായ ഒരു ആശയവും വ്യത്യസ്ത ശബ്ദങ്ങളുമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, അല്ലേ? ആശയം ഒന്നായിരിക്കും, ചോറ് കഴിച്ചോ, പക്ഷെ വ്യത്യസ്ത ശബ്ദം, ആ ശബ്ദത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഫ്രീക്വൻസി. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ റാൻഡം സ്റ്റൈലിലാണ് ഫ്രീക്വൻസിയെ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലേ? ഒരു കൃത്യതയാർന്ന സ്റ്റൈലില്ല. അതുകൊണ്ട് അതിനെ നമ്മളൊന്നും ചെയ്യില്ല. പക്ഷേ വളരെ കൃത്യമായ ഒരു ഫ്രീക്വൻസി നമ്മളുടെ ജനനകാലം തൊട്ട് മരണം വരെ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേരിന്റെ ഫ്രീക്വൻസിയാണ്. ശരിയല്ലേ? ശരിയാണ്. ബാക്കിയെല്ലാം റാൻഡം സ്റ്റൈലിലാണ് വരുന്നത്. പക്ഷെ നമ്മുടെ പേരിന്റെ ഫ്രീക്വൻസി മാത്രം എവിടെ പോയാലും അശ്വിനി, ആസ്റ്റൽ തങ്കച്ചൻ, അവിനാഷ്, അതല്ലെങ്കിൽ നമ്മൾ ഈ പേരുകൾ മാത്രമായിട്ട് ഒരു പ്രത്യേക ഫ്രീക്വൻസി റെഗുലറായിട്ട് നമ്മൾ ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് നമ്മളെ നിയന്ത്രിക്കും. നിർഭാഗ്യവശാൽ അത് ജനന ദിവസവും ഈ ഫോഴ്സിന് ഉണ്ടെന്ന സിംഗിൾ ഡിജിറ്റും ഉണ്ടാവും. നമ്മളിപ്പോൾ 2-ാം തീയതി ജനിച്ചു എന്ന് വയ്ക്കുക, അതിന്റെ ഓപ്പോസിറ്റ് നമ്പർ 9-ാം തീയതി. അപ്പൊ 2ന്റെ ഓപ്പോസിറ്റ് 9. അപ്പൊ 2-ാം തീയതി ജനിച്ച ഒരാള് 9 പേര് വെക്കുമ്പോൾ ഇതിനൊരിക്കലും ഈ 9 അംഗീകരിക്കാൻ പറ്റാതെ ഇത് റിവേഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 1-ാം തീയതി 4-ന് ചേരും, 2 7-ന് ചേരും, 3 9-ന് ചേരും, 3 3-ന് ചേരും, 9-നും ചേരും, 4 1-ന് ചേരും, 5 9-ന് ചേരും, 6 9-ന് ചേരും, 7 2-ന് ചേരും, 8 4-ന് ചേരും, 9 അഗൈൻ 5-ന് ചേരും. ഇങ്ങനെ അക്കങ്ങൾക്കുള്ളിൽ തന്നെ, ഈ അക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളാ 9 അക്കങ്ങളിലുള്ള പ്രപഞ്ചമേ ഉള്ളൂ എന്നെല്ലാം, എല്ലാം 9-നുള്ളിൽ എന്ന് പറയും, നമ്മുടെ ഭൂമിക്കുള്ളിലല്ല. മനസ്സിലായി? അപ്പോ 2-ാം തീയതി ഉദാഹരണം നമ്മൾ എടുത്തത് 2-ാം തീയതിയാണ് കേട്ടോ. 2-ാം തീയതിക്ക് അടങ്ങുന്ന ഒരു പേര് വയ്ക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം നിർഭാഗ്യവനായിട്ട് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടിയിരുന്നു. അതേപോലെ മാരേജ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴോ, നമ്മുടെ സബോർഡിനേറ്റ്സിന് ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴോ, നമ്മുടെ കമ്പനിയിൽ ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോഴോ, എന്തിനാ മാരേജ് തിരഞ്ഞെടുക്കുമ്പോഴോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുയോജ്യമായ ഒരു പങ്കാളിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എങ്കിലേ നമുക്കുള്ള കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവും. ഇനിയും അതിന് കുറച്ചുകൂടെ മഹിമ കൂട്ടുന്ന രഹസ്യം പേരിലും നിങ്ങൾക്ക് സാമ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ഒരു വ്യക്തിയെ, വാസ്തു ഒരു കൂട്ടം ആൾക്കാരെ, വീട്ടിനുള്ളിൽ വസിക്കുന്ന കൂട്ടം ആൾക്കാർ, പക്ഷേ ന്യൂമറോളജി ഒരു വ്യക്തി ബന്ധങ്ങൾ നമ്മളെ ഒന്നുകിൽ ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം തരുന്ന ഉയർത്തുന്നു. ഇത് വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു സംവിധാനം. ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മൾ ചില ഘട്ടങ്ങളിലൊക്കെ ആലോചിക്കും, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, കയ്യിൽ കുറച്ച് സമ്പത്തും ഉണ്ട്, പക്ഷെ ഒരു റേഞ്ചിന് മേലിലുള്ള ആൾക്കാരെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എന്തേ? അതാണ് നമ്മുടെ സെയിം ഫ്രീക്വൻസി അവരിലോട്ട് കൊണ്ടുവരിക. ഒരു ഭാഗ്യശാലിയായ ആള് അദ്ദേഹം ഒരു സെയിം ഫ്രീക്വൻസിയിലായിരിക്കും, ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലായിരിക്കും, ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലായിരിക്കും. അയാൾ കാണുന്നതും അയാൾ ഇഷ്ടപ്പെടുന്നതും അയാളുടെ സെയിം ഫ്രീക്വൻസിയിലെയാ. മനസ്സിലല്ലേ? ഒരു നിർഭാഗ്യവാനായ ഒരാള്, അയാളുടെ ഫ്രീക്വൻസി ഒരു നിർഭാഗ്യം തരുന്നൊരു ഫ്രീക്വൻസി ആണെന്ന് വെക്കാം. അയാൾ അന്വേഷിക്കുന്നതും അയാൾ കാണുന്നതും അയാളോട് എത്തിച്ചേരുന്നതും സെയിം ഫ്രീക്വൻസി ആയിരിക്കും. ഇതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം നിർഭാഗ്യം തരുന്ന ഫ്രീക്വൻസി നമ്മൾ വച്ചിരിക്കുന്നത് കൊണ്ടാണ് നിർഭാഗ്യമുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മളെ ചുറ്റി നിൽക്കുന്നത്. ഭാഗ്യവശാൽ അവിടുന്ന് ഭാഗ്യകരമായ ഒരു ഫ്രീക്വൻസിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തേടുന്നതും ഭാഗ്യകരങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ ഭാഗ്യകരമായ ഒരു ഫ്രണ്ട് സർക്കിളിലോട്ട് പോകും. ബ്ലഡ് സർക്കുലേഷൻ വരെ ഈ ഫ്രീക്വൻസി നിയന്ത്രിക്കാൻ പറ്റും എന്നാണ് ന്യൂമറോളജിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്നാണ്, അഡ്വാൻസ് ആണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒരു നിർഭാഗ്യത്തെ മാനുവലായിട്ട് മാറ്റുന്നതാണ് ഭാഗ്യകരമായ ഫ്രീക്വൻസിയിലോട്ടോ ഡേറ്റ് ഓഫ് ബർത്തിന് അനുയോജ്യമായ ഒരു ഫ്രീക്വൻസിയിലോട്ടോ പോകുന്നതിനെയാണ് ന്യൂമറോളജി, ഒരു നല്ലൊരു ന്യൂമറോളജിസ്റ്റിന്റെ പങ്ക്. അദ്ദേഹം ഈ വരുന്ന വ്യക്തിയെ പഠിക്കുന്നു, അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനനമാസ വർഷം കൂട്ടിക്കിട്ടുന്ന ലൈഫ് പാത്ത്, എന്ത് പേരാണ് ഇപ്പൊ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്, ഇത് ആദ്യം മാച്ച് ആണോ മിസ്മാച്ച് ആണോ എന്ന് ആദ്യം തിരിച്ചറിയുക. അറിഞ്ഞതിന് ശേഷം അതിൽ വരുന്ന പ്രഡിക്ഷനൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടെന്ന് വളരെ ലളിതമായി ഒരു കുഞ്ഞ് സംഭാഷണത്തിലൂടെ അറിയുക, സ്ഥിരീകരിക്കുക. ട്രൈയാങ്കിൾ, അതായത് ജന്മദിവസം, ലൈഫ് പാത്ത്, മുകളിൽ പേര്, ഇങ്ങനെ ട്രൈയാങ്കിൾ സിസ്റ്റത്തിൽ ഏത് ആംഗിൾ, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ഇപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്, അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഈ ന്യൂമറോളജിസ്റ്റ് അദ്ദേഹത്തിന് ഭാഗ്യകരമായ ഒരു ഫ്രീക്വൻസിയിലോട്ട് പേര് മാറ്റാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് ദിവസത്തെ എഴുത്ത് പ്രാക്ടീസും, ഭാഗ്യകരമായ ദിവസങ്ങൾ, നിർഭാഗ്യം തരുന്ന ദിവസങ്ങൾ, ഭാഗ്യകരമായ കള്ളേഴ്സ്, നിർഭാഗ്യം തരുന്ന കള്ളേഴ്സ്, ഭാഗ്യകരമായ കല്ലുകൾ,
ഈ പേര് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എത്ര മണിക്കാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇതൊക്കെയെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഒരു ന്യൂമറോളജിസ്റ്റിന്റെ കടമ. അപ്പോൾ മെല്ലെ 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 നമ്മുടെ ഫ്രീക്വൻസി മാറുമ്പോൾ നമ്മുടെ ചിന്തകളും മാറും. ഇന്നലെ വരെ നമ്മളെ കണ്ട് മൈൻഡ് ചെയ്യാത്ത ആൾക്കാർ ആ ഫ്രീക്വൻസിയിലോട്ട് എത്തുമ്പോൾ അയാൾ നമ്മളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുശലം പറഞ്ഞു തുടങ്ങും. പിന്നെ ബാക്കി നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും വെച്ച് നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ആ ബ്ലോക്ക് മാറുന്ന ഘടകം അത് നിയന്ത്രിക്കുന്നത് ന്യൂമറോളജിയും ഒരു ന്യൂമറോളജിസ്റ്റുമാണ്. കാര്യം മനസ്സിലായില്ലേ? സാറ് പറഞ്ഞു ഈ ന്യൂമറോളജിയിൽ ഭാഗ്യകരമായിട്ടുള്ള കളേഴ്സ്, അതുപോലെ തന്നെ ദിവസങ്ങൾ, അതെങ്ങനെയാണ്, അതൊന്ന് വിശദീകരിക്കാമോ? അത് എങ്ങനെയാണ് എടുക്കുക വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചോദ്യമോ. പക്ഷെ അത് ഒരാളുടെ ഭാഗ്യകരമായ കളേഴ്സ്, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അയാളുടെ ലൈഫ് പാത്ത്, ഇത് രണ്ടും വെച്ചാൽ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം അത് മാറ്റാൻ പറ്റില്ല, പെർമനന്റാ. ജനിച്ചു, പേര് മാറ്റാം, പക്ഷെ ജനിച്ച ദിവസവും അതിന്റെ ലൈഫ് പാത്ത് മാറ്റാൻ പറ്റില്ല. ഈ 2 ദിവസത്തിന് അനുയോജ്യമായ കളേഴ്സ് ആവശ്യക്കാരാരാണോ, ഉദാഹരണം 1-ാം തീയതി ജനിച്ച ഒരാൾ, അദ്ദേഹത്തിന് ഭാഗ്യം തരുന്ന കളർ മഞ്ഞ, സെക്കൻഡ് വെള്ള. അപ്പൊ അദ്ദേഹത്തിന് കറുപ്പ് ഒരിക്കലും ചേരില്ല. അയാളുടെ ഭാഗ്യകരമായ ദിവസങ്ങൾ എന്തായിരിക്കാം? 1-ാം തീയതികൾ, മാസത്തിലെ 1-ാം തീയതികളെല്ലാം ഭാഗ്യകരമായ ദിവസങ്ങളായിരിക്കാം. 1, 10, 19, 28. അതിൽ 28-ന് വലിയ മുഖ്യത്വം കൊടുക്കണ്ട. പിന്നെ കല്ലുകൾ എന്താ ധരിക്കേണ്ടത്? അഫ്കോഴ്സ് മാണിക്യം, റുബി. ഇങ്ങനെ ഓരോ ഡേറ്റ് ഓഫ് ബർത്തിനും അതിനനുയോജ്യമായ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ഒരു അപകടം, ഇതിന് നമുക്ക് എല്ലാ ഡേറ്റിനും ഇതേപോലെ പറയാൻ പറ്റും. പക്ഷെ ഇവിടെ അറിയാതെ പറ്റുന്ന ഒരു അബദ്ധങ്ങളാണ്. അതിനെയാണ് നമ്മൾ എപ്പോഴും വ്ളോഗുകളിൽ തിരിഞ്ഞു കാണിക്കേണ്ടത്. അല്ല, അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ചില രത്ന ചുരുക്കങ്ങളുണ്ട്. എനിക്ക് എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടം. ഒരു വിശ്വാസ രീതിയിലായിരുന്നാലും ശരി, ഒരു രാഷ്ട്രീയ രീതിയിലായിരുന്നാലും പലരും കയ്യിൽ ചുമന്ന കയറുകൾ കെട്ടാറുണ്ട്. വിശ്വാസ രീതിയിൽ പലരും കറുത്ത ചരട് കെട്ടാറുണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊരു അർച്ചന ചെയ്യുമ്പോൾ പൂജാരി ഒരു കയറ് കെട്ടി കൊടുക്കും, അല്ലേ? അത് കയ്യിലാണ് കെട്ടുന്നത് കൂടുതലും, അല്ലേ? ഇടുപ്പിൽ കെട്ടുന്ന കയറുകളെ കുറിച്ചല്ല, കാരണം അത് വിസിബിൾ അല്ല. അത് അവരവരുടെ വിശ്വാസത്തിന്, അവരുടെ ഇഷ്ടത്തിന്. പക്ഷേ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന വിസിബിൾ ആകുന്ന ചരടുകൾ. അപ്പോ ഒരു അമ്പലത്തിൽ പോകുന്നു, കറുത്ത ചരടാ കെട്ടുന്നത്. വേറൊരു അമ്പലത്തിൽ പോകുന്നു, ചുമന്ന ചരടാ കെട്ടുന്നത്. വേറൊരു അമ്പലത്തിൽ പോകുന്നു, പച്ച ചരടാ കെട്ടുന്നത്. പച്ച, ചുമപ്പ്, കറുപ്പ് ഇതൊക്കെ ഉള്ളൂ. ബാക്കി നീലയും മഞ്ചാടിക്കൊരു കളറൊന്നും അധികം വന്നിട്ടില്ല. അപ്പം ഇതൊരു ഭക്തി രീതിയിൽ നിങ്ങൾ സ്വീകരിക്കുന്നതാണ്. പക്ഷേ അതൊരു ഓപ്പോസിറ്റ് കളർ ആയിരിക്കുമെങ്കിലും, ഉദാഹരണം, നിങ്ങൾ 2-ാം തീയതി ജനിച്ച ഒരാളാണ്, നിങ്ങൾക്ക് ചുമപ്പ് പറ്റില്ല, അല്ലെങ്കിൽ റെഡ് റിലേഷൻ കളറൊന്നും പറ്റില്ല, കർശനമായും പറ്റില്ല. അപ്പോ ഒരു പ്രസ്ഥാനങ്ങളുടെ രീതിയിൽ ചിലർ കളറിൽ ചില കൈകളിലേക്ക് കിട്ടാറുണ്ടല്ലോ. ചിലർ അമ്പലത്തിൽ പോയി ചുമന്ന കയർ കെട്ടാറുണ്ട്. അപ്പോൾ അത് ഭക്തി മാർഗത്തിൽ നിങ്ങൾ കെട്ടുന്നതാ. പക്ഷെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന് അനുയോജ്യമായ കളർ അല്ല അത്. നിങ്ങൾ അറിയാതെ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഈ കളർ കാരണമാകുന്നു. അപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾ 1-ാം തീയതി ജനിച്ച ഒരാളായിരിക്കാം, നിങ്ങളുടെ ഭാഗ്യ നിറം മഞ്ഞയായിരിക്കാം. നിങ്ങളൊരു അമ്പലത്തിൽ പോകുമ്പോൾ ഒരു മഞ്ഞ ചരട് കൊണ്ടുപോയി പൂജാരി അടുത്ത് കൊടുക്കൂ. കൊടുത്തിട്ട് പൂജാരി ഭഗവാനോട് ഈ കയറ്, നിങ്ങളുടെ വിശ്വാസ രീതിയിലാണ് കേട്ടോ, ഈ കയറ് വെച്ച് ആ മൂർത്തിയിൽ വെച്ച് പ്രാർത്ഥിച്ച ആ കയറ് എനിക്ക് തരണേന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, സന്തോഷം. അദ്ദേഹത്തിന് ഈ കറുപ്പ് തന്നെ തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ ഒരു കയറ് കെട്ടണം എന്ന് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ഭാഗ്യകരമായ കളറ് നിങ്ങൾ ഇഷ്ടദൈവത്തിന് അർപ്പിച്ച് ആ പൂജാരിയുടെ അനുവാദത്തോടെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടിക്കൊള്ളൂ. അപ്പം 2 കൂട്ടർക്കും, എനിക്കും സമാധാനം, നിങ്ങൾക്ക് സമാധാനം ആണോ? ഇതിൽ പലരും ചെയ്യുന്നത്, 2-ാം തീയതിയുള്ള ആൾക്കാർ കർശനമായും ചുമപ്പ് റിലേഷനിലുള്ള ഒരു കയറും അവര് വിസിബിളാക്കി കെട്ടരുത്. കെട്ടുമ്പോൾ ഈ കളർ ഒരുപാട് അവർക്ക് ബാഡ് ലക്കും, അവർക്ക് ഒരുപാട് സ്ലോ ബ്ലോക്സ് കൊടുത്തോണ്ടിരിക്കും. ഇത് ഒരുപാട് ആൾക്കാർ, ഞാനൊരു ഭക്തനാ, അപ്പൊ ഭക്തി മാർഗത്തിൽ ചെയ്യുന്നത് അവർക്ക് അറിയില്ല. പക്ഷെ അതേ ഭക്തി തുടർന്നോട്ടെ, അവരുടെ ഭാഗ്യകരമായ കളറ് അതിലൊരു ചരട് മേടിക്കുക, അത് പ്രതിഷ്ഠയിൽ വെക്കുക, ആ പൂജാരിയുടെ കൈകൊണ്ട് മേടിക്കുക, ഒരു ദക്ഷിണ കൊടുക്കുക, അതിനെ കെട്ടുക. പിന്നെ ഒരു പരമാർത്ഥം പറയട്ടെ, ദൈവത്തിന് നിങ്ങളുടെ വിളക്കിന്റെ തിരിയണലല്ല പണി, നിങ്ങളുടെ കൈയുടെ ചരടണലല്ല പണി. മനസ്സിലായില്ലേ? ഇതും വളരെ ആധികാരികതയോടെ നിങ്ങളുടെ മനസ്സിനകത്ത് വയ്ക്കുക. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ കംഫർട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിനൊരിക്കലും നിങ്ങൾ മാറ്റം വരുത്തില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് കളർ ഉപയോഗിക്കരുത്, അത് സ്ട്രിക്റ്റ് ആയിട്ട് പറയാ ഞാൻ. അപ്പം ഇത്തരം രീതികൾ പരിശോധിക്കും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ന്യൂമറോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലെ ന്യൂമറോളജിയിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇതുപോലെ അറിവ് പകർന്ന ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം. നന്ദി.